മിഡിൽ ഈസ്റ്റിനെ ആകെ ഉഴുതുമറിച്ചുകൊണ്ട് ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കനത്ത നയതന്ത്ര ഇടപെടലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധഭീതിക്ക് താൽക്കാലികമായെങ്കിലും ശമനമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. ഇരുപക്ഷവും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്നും എത്രയും വേഗം ചർച്ചകളുടെ മേശയിലേക്ക് മടങ്ങി വരണമെന്നുമാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് ട്രംപ് തന്റെ നയവും നിലപാടും വ്യക്തമാക്കിയത്. ഇസ്രയേൽ മണ്ണിലേക്ക് ഇറാൻ നടത്തുന്ന തുടർച്ചയായ മിസൈൽ വർഷങ്ങൾ നിലവിൽ തുടരുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇത്തരം ആക്രമണങ്ങൾ സമാധാന അന്തരീക്ഷം കൂടുതൽ വഷളാക്കുമെന്നും അതിനാൽ ഇറാൻ ഭരണകൂടം ആക്രമണങ്ങളിൽ നിന്നും പിന്മാറി എത്രയും വേഗം ഒരു പുതിയ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. വെറും ഒരു പ്രസ്താവനയിൽ ഒതുക്കാതെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അതിശക്തമായ പ്രതികാര നീക്കങ്ങളെ തടയാൻ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങി എന്നതാണ് ഈ നയതന്ത്ര നീക്കത്തിലെ ഏറ്റവും നിർണായകമായ വശം. ഇറാന്റെ മണ്ണിലേക്ക് ഉടനടി യാതൊരുവിധ പ്രത്യാക്രമണങ്ങളും നടത്തരുതെന്ന് ആവശ്യപ്പെടാൻ താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന് നേരെ യാതൊരുവിധ കൗണ്ടർ അറ്റാക്കുകളും അഴിച്ചുവിടരുത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയോടെ ഇറാനെ തകർക്കാൻ പദ്ധതിയിട്ടിരുന്ന ഇസ്രയേൽ ഭരണകൂടത്തിന് ട്രംപിന്റെ ഈ പുതിയ നിലപാട് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ ഒരുപക്ഷെ അമേരിക്കയെ കൂടി ബാധിക്കുന്ന ഒരു വലിയ ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയമാണ് ട്രംപിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ. ഇറാൻ തങ്ങളുടെ മിസൈൽ നിലയങ്ങളിൽ നിന്നും പുതിയ മിസൈൽ വ്യൂഹങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമാക്കി തുടർച്ചയായി വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായും ഭസ്മമാക്കുന്ന ഒരു പ്രാദേശിക മഹാസംഗ്രഹമായി മാറുമെന്ന് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ നീക്കം പല അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇറാന്റെ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത ട്രംപ് ഇപ്പോൾ ഇസ്രയേലിന്റെ കൈകൾ കെട്ടിയിടാൻ ശ്രമിക്കുന്നത് ആഗോള സാമ്പത്തിക ഭദ്രത മുൻനിർത്തിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനും ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ മിസൈൽ വർഷമെന്നാണ് ഇറാന്റെ നിലപാട്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും പലസ്തീനിലെ ഹമാസിനും നേരെ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാതെ തങ്ങൾ പിന്മാറില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പുതിയ നിലപാട് ഇറാന്റെ അടുത്ത സൈനിക നീക്കങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഈ ആവശ്യം കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിനകത്ത് നിന്നും ഇറാന് നേരെ ശക്തമായി തിരിച്ചടി നൽകണമെന്ന കനത്ത രാഷ്ട്രീയ സമ്മർദ്ദം നെതന്യാഹു നേരിടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും സൈനിക സഹായിയുമായ അമേരിക്കയുടെ കൽപ്പനകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ ഇസ്രയേലിന് സാധിക്കുകയുമില്ല. ഇത് നെതന്യാഹുവിനെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അതിർത്തികളിൽ ഇപ്പോഴും യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളും ഐക്യരാഷ്ട്രസഭയും ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് അതിരുകടന്ന നീക്കവും നടത്തുമെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിക്കുന്നത്. ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ ഒരു പുതിയ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകണമെങ്കിൽ ഇസ്രയേൽ ലെബനനിലെയും ഗാസയിലെയും സൈനിക ഓപ്പറേഷനുകൾ പൂർണ്ണമായി നിർത്തലാക്കേണ്ടി വരും.
എന്നാൽ അതിന് ഇസ്രയേൽ തയ്യാറാകുമോ എന്ന കാര്യം സംശയമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ പക്കൽ ഇനിയും ആഴ്ചകളോളം തുടർച്ചയായി ആക്രമണം നടത്താൻ കെൽപ്പുള്ള വലിയൊരു മിസൈൽ ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികമായ ഒരു ഏറ്റുമുട്ടലിലൂടെ ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുക എന്നത് ഇസ്രയേലിന് എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് നയതന്ത്ര ചർച്ചകളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നത്. ഈ സംഘർഷം യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലും ഒരു വൻ യുദ്ധം പടർന്നു പിടിച്ചാൽ അത് ലോകത്തിന്റെ സമാധാനത്തെ തന്നെ ഇല്ലാതാക്കും. അതിനാൽ ട്രംപ് നെതന്യാഹുവുമായി നടത്തുന്ന ചർച്ചകളുടെ ഫലം അറിയാൻ യൂറോപ്യൻ നേതാക്കളും അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. യുദ്ധക്കളത്തിലെ ഈ പുതിയ ട്വിസ്റ്റ് സോഷ്യൽ മീഡിയയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് പുതിയ ആത്മവിശ്വാസം നൽകാൻ സാധ്യതയുണ്ട്. ഇത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. വരും മണിക്കൂറുകളിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രയേൽ ഇറാന്റെ മണ്ണിലേക്ക് മിസൈൽ വിക്ഷേപിക്കുമോ അതോ താൽക്കാലികമായി യുദ്ധത്തിൽ നിന്നും പിന്മാറുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ ഭാവി. എന്തുതന്നെയായാലും ലോകത്തെ മറ്റൊരു മഹാദുരന്തത്തിലേക്ക് നയിക്കാമായിരുന്ന വലിയൊരു സൈനിക നീക്കത്തിനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റ ഫോൺ കോൾ ഇപ്പോൾ തടസ്സമിട്ടിരിക്കുന്നത്. ഭീതിയോടെയും പ്രതീക്ഷയോടെയും കൂടിയാണ് ലോകം മുഴുവൻ ഈ നയതന്ത്ര ചർച്ചകളെ ഇപ്പോൾ വീക്ഷിക്കുന്നത്.